മലയാളിയുടെ ഏറ്റവും വലിയ കൺസേൺ ഇന്നത്തെ കാലത്തും അങ്ങനെ തന്നെയാണ്. മനുഷ്യൻ എന്ന് പറയുന്ന ഒരു അർത്ഥത്തിൽ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക എന്ന് പറയുന്നതാണ്. മലയാളിയുടെ ഇഷ്ടവും ആഗ്രഹവും ഒക്കെ അങ്ങനെ തന്നെയാണ്. അതിന് വില കൊടുക്കുന്നവരോട്, അതിനെ ഇഷ്ടമായി കാണുന്നവരോട് എപ്പോഴും വല്ലാത്ത താല്പര്യം നമ്മുടെ നാട് കാണിക്കാറുണ്ട്. കേരളത്തിൽ രണ്ടു തരം ആശങ്കകളുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. വർത്തമാനകാലത്തെ ഏറ്റവും വലിയ ആശങ്ക ഈ മനുഷ്യർക്കിടയിൽ വലിയ ഭിന്നിപ്പുകൾ ഉണ്ടാക്കാൻ കഴിയുന്ന ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ അപകടകരമായ കടന്നുവരവുകൾ ഉണ്ടാവുന്നു എന്നതാണ് പുതിയ കാലത്തെ ഒരു വലിയ പ്രശ്നം. എന്നാൽ അങ്ങനെ ഒരാൾ ചിന്തിക്കുന്ന ഒരു സന്ദർഭവുമില്ലാതെ ഇരിക്കുക, വർഗീയമായി മനുഷ്യൻ ആലോചിക്കുന്ന ഒരു ഘട്ടവും ഇല്ലാതെ ഇരിക്കുക, പ്രത്യേകിച്ച് ദുന്യവിയായ വിഷയങ്ങളിൽ. മനുഷ്യർ തമ്മിൽ വിയോജിക്കാവുന്ന കാരണങ്ങൾ പലതും ഉണ്ടാവാം. പക്ഷെ മനുഷ്യരെല്ലാവരും, ഞാൻ പലപ്പോഴും ഈ വർഗീയമായി ചിന്തിക്കുകയും വിഭാഗീയമായ ആളുകളെ മാറ്റി നിർത്തുകയും ചെയ്യുന്നവരോടൊക്കെ ഞാൻ പറയാറുള്ള ഒരു കാര്യമുണ്ട്. അവർ കുറച്ചു നേരം ഒന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി നിന്നാൽ മതി. CH സെൻ്ററിൻ്റെ വോളണ്ടിയർമാരുടെ കൂടെ കയറിയിട്ട് കുറേ രോഗികളെയും രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ നിന്നാൽ മതി. ക്യാൻസർ വാർഡിൽ ഒന്ന് പോയി വന്നാൽ മതി. അവൻ്റെ എല്ലാ മനസ്സിനകത്തുള്ള കുന്നായ്മയും മോശത്തരങ്ങളുമൊക്കെ ഒഴുകി ഇറങ്ങി താഴോട്ട് പോകും. മനുഷ്യന് ഇബാദത്ത് പോലെ അള്ളാഹു പ്രാധാന്യത്തോടെ കൽപ്പിച്ച ഒരു കാര്യമാണ് ആദാബുകൾ എന്ന് പറയുന്നത്. ഇബാദത്തിൽ മഹാഭൂരിപക്ഷവും നമ്മളെ ശുദ്ധീകരിക്കാനുള്ള ഒരു പ്രക്രിയയാണ്. നമ്മളിലേക്ക് തന്നെ ശുദ്ധീകരിക്കാനുള്ള നമ്മുടെ നമസ്കാരം, നമ്മുടെ നോമ്പ്, നമ്മുടെ സക്കാത്ത്, ഇതെല്ലാം നമ്മളെ ശുദ്ധീകരിക്കാനാണ്. നമ്മൾ എത്ര നിസ്കരിച്ചാലും, ഭാര്യ നിസ്കരിച്ചുകൊണ്ട് ഭർത്താവിനോ, ഭർത്താവ് നിസ്കരിച്ചുകൊണ്ട് മക്കൾക്കൊന്നും കാര്യമില്ല, നമ്മൾ ഒരുപാട് പ്രഭാഷണങ്ങളിൽ കേട്ടിട്ടുണ്ട്. അങ്ങനെയാണ് എല്ലാ ഇബാദത്തുകളുടെയും അവസ്ഥ എന്ന് പറയുന്നത്. ആദാബുകൾ അങ്ങനെയല്ല. ആദാബുകൾ എടുക്കുമ്പോൾ അത് സാമൂഹ്യമായ കാര്യങ്ങളാണ്, ചുറ്റുപാടുകളുമായി ബന്ധമുള്ള കാര്യമാണ്. മൂത്തവരെ ബഹുമാനിക്കണം, കുട്ടികളെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ ഒരു മതപരമായ കാര്യം എവിടെയുമില്ല. നിങ്ങളുടെ അയൽക്കാരൻ വിശക്കുമ്പോൾ അവന് ഭക്ഷണം കൊടുക്കാതെ നീ ഭക്ഷണം കഴിച്ചാൽ നീ എൻ്റെ കൂട്ടത്തിൽ ഉണ്ടാവില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, അങ്ങനെ തുടങ്ങിയിട്ട് സാമൂഹ്യമായ നിരവധി ഇടങ്ങളിൽ ആദാബുകൾ മനുഷ്യനെ അലട്ടിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നിറയെ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ശുദ്ധീകരണ പ്രക്രിയയുടെ അപ്പുറം ഒരു സാമൂഹ്യ പരിഷ്കർത്താവായി മറ്റുള്ളവർക്ക് പ്രചോദകമാകുന്നത് അവിടെ നിന്ന് തന്നെ ചെയ്യുക. അവിടെ വരുന്ന സങ്കടങ്ങൾക്ക് മതമില്ല. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയാൽ നിങ്ങൾക്ക് പനിയുണ്ട്, പനിക്ക് മതമില്ല, പനിയാണ് പേര്. ഹിന്ദു പനി, മുസ്ലിം പനി എന്നില്ല. ഹിന്ദു ക്യാൻസർ, മുസ്ലിം ക്യാൻസർ എന്നില്ല. ഹിന്ദു കിഡ്നി രോഗം, മുസ്ലിം കിഡ്നി രോഗം എന്നില്ല. പാണക്കാട് വരുന്ന എല്ലാ സങ്കടങ്ങൾക്കും സങ്കടം എന്നേ പേരുള്ളൂ, ആര് പറയുന്നു എന്നില്ല. ഇപ്പോഴും അതുണ്ട്. പക്ഷെ അത് മലയാളി ഹൃദയപൂർവ്വം സ്വീകരിച്ചത് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ കാലത്താണ് ഏറ്റവും കൂടുതലായി. ഇന്നൊരു പക്ഷേ അതിന് വിസിബിലിറ്റി കൂടിയിട്ടുണ്ടാകാം, ടെക്നോളജിയുടെ ഒക്കെ സാധ്യതകൾ വന്നു. പക്ഷേ അന്ന് അങ്ങനെയായിരുന്നില്ല, വാമഴിയായി അതിങ്ങനെ പകർന്ന് ആളുകളുടെ ഹൃദയാന്തരങ്ങളിൽ മുഴുവൻ വരുമായിരുന്നു. ശിഹാബ് തങ്ങളുടെ പേരിലാണ് ഈ ഡയാലിസിസ് സെന്റർ നിൽക്കുന്നത്. ഇവിടെയും പ്രാമുഖ്യമുള്ളത് രോഗികളുടെ പ്രശ്നങ്ങൾക്കാണ്. ജാതിയുടെയും മതത്തിൻ്റെയും ഒക്കെ അപ്പുറം സങ്കടം വന്ന ഒരാൾ അവരുടെ വിഷമം പറഞ്ഞാൽ, ബുദ്ധിമുട്ട് പറഞ്ഞാൽ, പ്രയാസം പറഞ്ഞാൽ ആ സങ്കടം മാത്രമാണ് പ്രധാനം. പറയുന്നവൻ്റെ മറ്റൊന്നും വിഷയമല്ല. അവൻ്റെ ഒരു വിഷയത്തിലെയും കാറ്റഗറി നമ്മളുടെ ഹൃദയത്തിലേക്ക് എടുക്കാൻ പാടില്ല. അവൻ്റെ സങ്കടം അത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെടുന്നു എന്നാണ്. എങ്ങനെയാണോ ശിഹാബ് തങ്ങളുടെ മനസ്സുണ്ടായിരുന്നത് അതേപോലെ പ്രവർത്തിക്കാൻ ഈ സ്ഥാപനത്തിന് കഴിയേണ്ടത് എന്നത് ഈ സ്ഥാപനം ചെയ്യുന്ന സ്തുത്യർഹമായ പ്രവർത്തനവും ഒപ്പം ഈ സ്ഥാപനത്തിൻ്റെ ബാധ്യതയുമാണ്. അങ്ങനെ ഏറ്റെടുക്കാൻ പുതിയ കാലത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്,
ഈ മനുഷ്യരുടെ പ്രശ്നങ്ങൾ പഴയ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിഭിന്നമായി പലതരത്തിൽ ഈ സാമൂഹ്യ വ്യവസ്ഥിതി മാറുന്നതോടുകൂടെ സാമൂഹ്യമായ വ്യവസ്ഥിതി മാറുന്നതോടുകൂടെ നമ്മളുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന അപകടകരമായ ചില പ്രതിസന്ധികളുണ്ട്. നമുക്കത് തട്ടിമാറ്റാനാവുകയില്ല. ഞാൻ ഈ അടുത്ത് ഈ രക്ഷിതാക്കളെക്കുറിച്ച് വൃദ്ധന്മാരെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ എന്നോട് ഒരാൾ പറഞ്ഞൊരു വാചകമുണ്ട്. ഈ വൃദ്ധസദനങ്ങൾ എന്ന് പറയുന്നത് ഇന്ന് പലയിടത്തും കാണുന്ന ചെറിയ ചെറിയ കുടിലുകളാണ്. എന്നാൽ കേരളം മൊത്തത്തിൽ തന്നെ ഒരു വൃദ്ധസദനം എന്ന തരത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അറിയുന്നില്ല. വീടുകളിൽ രക്ഷിതാക്കൾ ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്, പ്രായമുള്ളവർ. കാര്യം എന്താണ്? നമുക്ക് ബദലില്ല. അങ്ങനെ ചെയ്യരുതെന്ന് മകനോട് പറയാൻ വയ്യ. കാരണം മകൻ അവൻ്റെ കുടുംബത്തെ പരിരക്ഷിക്കണമെങ്കിൽ പുറത്തു പോയേ മതിയാവൂ. പ്രവാസമാകാം, മറ്റു തരത്തിലുള്ള ജോലികളാവാം, ബിസിനസ് ആവാം, അവൻ പോയേ മതിയാവൂ. വാപ്പ ഉമ്മ അവരൊക്കെ പലതരം കാരണങ്ങൾ കൊണ്ട്, സ്നേഹമില്ലായ്മ കൊണ്ടല്ല, പലരും അങ്ങനെ പറയുന്നത് ശരിയുമല്ല. പുറത്തുനിന്ന് നമുക്ക് പലതും പറയാം. ഒരു വീട്ടിലെ അവസ്ഥയിലേക്ക് നിങ്ങൾ കയറി ചെന്ന് നോക്കിയാൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് നിവൃത്തികേട് കൊണ്ടാണ് മഹാഭൂരിപക്ഷവും. പക്ഷേ വീടുകളിലടക്കം വൃദ്ധന്മാർ, പ്രായമുള്ളവർ ഒറ്റപ്പെട്ടു വരികയാണ്. പ്രായമുള്ളവരെ നമ്മൾ എന്നാൽ നമ്മുടെ ശ്രദ്ധക്കുറവുകൾ കൊണ്ട് മാറ്റി നിർത്തപ്പെടുകയും ചെയ്യുന്നുണ്ട്. സാമൂഹ്യമായ പുതിയ പ്രശ്നമാണ്. മക്കളിലേക്ക് അവരെ അടുപ്പിക്കണില്ല. വാപ്പയെ ഒന്ന് ഫോൺ ചെയ്ത് ചോദിച്ചാൽ, ഉമ്മയോട് ഒന്ന് സംസാരിക്കാൻ ശ്രമിച്ചാൽ നമ്മളൊക്കെയും അറിയാതെ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: മരുന്ന് കഴിച്ചിരുന്നോ? ക്ഷീണമുണ്ടോ? ബുദ്ധിമുട്ടുണ്ടോ? വേറെ സംസാരങ്ങളില്ല. അവർക്ക് അവരുടെ മരുന്നുകൾ എടുത്തു കൊടുക്കാൻ നമ്മുടെ മക്കളോട് ഗ്രാൻഡ് ഫാദറിനെ അല്ലെങ്കിൽ ഗ്രാൻഡ്മയെ നിങ്ങൾ പരിരക്ഷിക്കണമെന്ന് പറഞ്ഞു കൊടുക്കാവുന്ന, ഇത് പകർന്നു കൊടുക്കുന്ന ഒരു സിസ്റ്റം പോലും നമുക്കില്ല. നമ്മളത് ചെയ്യുന്നു, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുന്നു എന്ന ബോധ്യം പോലെയാണത്. ഉത്തരവാദിത്തം നിർവഹിക്കുന്നു എന്ന് പറയുന്നത് പോലെയുള്ള ഒരു നിർവഹണം മാത്രമാണ്. ചെറിയ കുട്ടി, ഒരു പേരക്കുട്ടി വന്ന് വല്യാപ്പക്ക് വല്യമ്മക്ക് ഒരു മരുന്ന് എടുത്തു കൊടുക്കുമ്പോൾ അത് ഒരു മരുന്ന് കൊടുക്കുക എന്നത് മാത്രമല്ല, ഒരു ടാബ് എടുത്തു കൊടുക്കുമ്പോൾ അതൊരു ഡോസ് ഓഫ് ടാബ് എന്നല്ല, അത് ഡോസ് ഓഫ് ലവ് എന്നാണ്. സ്നേഹത്തിൻ്റെ ഒരു മരുന്ന് കൂടെ അതിൻ്റെ കൂടെ കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മൾ എന്താണത് പ്രേരിപ്പിക്കാത്തത്? എന്തുകൊണ്ടാണ് പല കാരണങ്ങൾ നമ്മൾ തന്നെ പറയുന്ന പഠനം, തിരക്ക്, കളി കഴിഞ്ഞു വന്ന കുട്ടിയുടെ ക്ഷീണം എന്നൊക്കെ പറഞ്ഞ് ഇത് അകറ്റി നിർത്തുന്നത്? നമ്മളുടെ വീടുകളിലടക്കം നമ്മൾ വിചാരിക്കുന്നു സൗകര്യമുണ്ട്, ഞാൻ ബാപ്പയെ നോക്കുന്നുണ്ട്, ഉമ്മയെ നോക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്, വീട്ടിൽ നല്ല സൗകര്യമുണ്ട്. ഈ സൗകര്യങ്ങൾ ആസ്വദിക്കുന്ന എത്ര രക്ഷിതാക്കൾ ഉണ്ടാകും? എപ്പോഴെങ്കിലും നമ്മൾ ഓർത്തു നോക്കിയിട്ടുണ്ടോ? നിങ്ങൾ വെറുതെ ചോദിച്ചാൽ മതി. വീട്ടിൽ ഗൾഫിൽ പോകുന്ന മക്കളില്ലേ, വാപ്പക്കും ഉമ്മക്കും നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, വെറുതെ ചോദിച്ചാൽ മതി. നിങ്ങൾ ഉപ്പാക്ക് എന്താ വേണ്ടത്? ഒന്നും വേണ്ടി വരില്ല. ഉമ്മാക്ക് എന്താ വേണ്ടത്? ഞാൻ ചോദിക്കാറുണ്ട് ഉമ്മനോട്, വാപ്പല്ലേ, ഉമ്മനോട് ഞാൻ ചോദിക്കുമ്പോൾ പറയാ, 2-3 പ്രാവശ്യം നിർബന്ധിച്ച് ചോദിച്ചാൽ എന്നാ നിർബന്ധമാണ് ഇനി ഒരു മുട്ടായി വാങ്ങിക്കോന്ന് പറയും. മുട്ടായിയുടെ ആവശ്യത്തിനാണോ? വേറെ ഡിമാൻഡുകളില്ല, വേറെ ആവശ്യങ്ങളില്ല. നിങ്ങൾ മനസ്സിലാക്കണം, ആവശ്യം അവർക്ക് എന്താണ്? നമ്മുടെ സാന്നിധ്യമാണ്, നമ്മുടെ കരുതലാണ്, നമ്മളുടെ സൂക്ഷ്മതയാണ്. ഒരുപക്ഷെ അവർക്ക് ലഭ്യമാകുന്ന, നിങ്ങൾ കൊടുക്കുന്ന, ഡോക്ടറിൽ നിന്ന് കുറിച്ചു കൊടുക്കുന്ന എല്ലാ മരുന്നുകളെക്കാൾ ഈ ഡോസ് ഓഫ് ലവ് അവർക്ക് വലിയ ചികിത്സയായി മാറുമെന്നതൊരു വലിയ പ്രശ്നമാണ്. നമ്മൾ ജീവിക്കുന്ന ഒരു കാലം നിങ്ങൾ മനസ്സിലാക്കണം. സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഞാൻ പറഞ്ഞു, ഇതുപോലെ വിസിബിലിറ്റി ഇല്ലാത്ത ഒരു കാലത്ത്, ഇത്രമേൽ സോഷ്യൽ മീഡിയയുടെ സ്വാധീനമില്ലാത്ത ഒരു കാലത്ത്, ഒരുപക്ഷേ മലപ്പുറത്തിലെ പാണക്കാട്ടിലെ അവിടെ ഇരുന്ന് ഒരു സ്നേഹത്തിൻ്റെ പ്രഭ പരത്തിയതിൻ്റെ ഫലമാണ്. ഒരുപാട് കാലം കഴിഞ്ഞിട്ടും സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് ആകുമ്പോൾ തുടങ്ങി വെച്ച ബൈത്തുർ റഹ്മ പോലും തങ്ങളുടെ പേര് വെച്ചാണ് കേരളത്തിൽ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത്. ജബ്ബാർ ഹാജി പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു, ശിഹാബ് തങ്ങളുടെ പേരാണ് ഒരുപക്ഷേ ഇവിടേക്ക് ആളുകൾ ഒഴുകി വരാൻ, കാരുണ്യങ്ങൾ നിറച്ചു കൊടുക്കാൻ അവരെ പ്രേരിപ്പിക്കുന്നതിന്റെ പ്രധാനമായ ഘടകമാകുന്നത്. ഈ ഘടകങ്ങൾ മുഴുവൻ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഇത്രമേൽ വിസിബിലിറ്റി ഇല്ലാത്ത ഒരു കാലത്ത് നടത്തിയ കാര്യമാണ്. നമുക്ക് അങ്ങനെയല്ല.
അതേപോലെ ആവില്ല മുനവർലി ശിഹാബ് തങ്ങൾക്ക് ഈ സമൂഹത്തോട് പെരുമാറാനാവുക. ശിഹാബ് തങ്ങളുടെ കാലത്ത് അദ്ദേഹത്തിന്റെ അനുയായികളായി നിന്നവർ ചെയ്തതുപോലെയല്ല ഈ തലമുറയിലെ പുതിയ ആളുകൾക്കും ഈ കാലത്തോട് പെരുമാറാനാവുക. വ്യത്യസ്തമായിട്ടാണ്. കാരണം നമ്മളെ സ്വാധീനിക്കുന്ന സാമൂഹ്യവും സാംസ്കാരികവുമായ പല പ്രശ്നങ്ങളും ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇപ്പോൾ നമ്മൾ മക്കളോട് സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മക്കളൊക്കെ മൊബൈലിൽ അടിമയാണ്, ഭയങ്കര പ്രശ്നമാണെന്നാണ്. ഏത് കാലത്താണ് പുതിയതിന് ആളുകൾ അടിമയല്ലാതിരുന്നത്? എൻ്റെ മകൻ മൊബൈലിൽ തന്നെയാണ് എന്ന് പറയുന്ന വാപ്പയും ഉമ്മയും എന്നുള്ളത് കൊണ്ട് മക്കളൊക്കെ അങ്ങ് നശിച്ചുപോയി, പുതിയ തലമുറയിലെ കുട്ടികളൊന്നും 10 വയസ്സൊക്കെ കൊള്ളില്ല എന്നല്ല വിചാരിക്കേണ്ടത്. മറിച്ച് അവരിൽ സാമൂഹ്യ ബോധമുണ്ടാക്കാവുന്ന പുതിയ കാലം. ഇപ്പോൾ ബിൽഗേറ്റ്സിന്റെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ സോഷ്യൽ മീഡിയയിലെ സാമൂഹ്യ പ്രതിബദ്ധത ഇല്ലാതാവുന്നു എന്ന് പറഞ്ഞപ്പോൾ ബിൽഗേറ്റ്സ് പറഞ്ഞൊരു മറുപടി, രസകരമായൊരു മറുപടി ഉണ്ട്. അതിന് അദ്ദേഹം പറഞ്ഞു, ഞാൻ അതിൽ അഭിരമിച്ചവരോട് നൽകുന്ന ഒരു മറുപടി ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഉപദേശമുണ്ട്. എന്താണെന്നറിയോ? അത് പുതിയ കുട്ടികൾക്ക് ഗൂഗിൾ ഉള്ളത് കൊണ്ട് ആരെ ആശ്രയിക്കേണ്ട, വലിയ എല്ലാം അവർക്ക് ലഭ്യമാകുന്നുണ്ട്. ബിൽഗേറ്റ്സ് പറഞ്ഞത് ഇൻഫർമേഷൻ നോളജ് അല്ല. ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നോളജ് അല്ല, നോളജ് വേറെയാണ്. ഇപ്പൊ ഇൻഫർമേഷൻ, ഇപ്പൊ നമ്മളെ കുട്ടികൾക്കൊക്കെ ആർക്കും പുതിയ ആളുകൾക്ക് ഒരു അഹങ്കാരം ഉണ്ടല്ലോ, ഗൂഗിൾ ഉണ്ടല്ലോ, അങ്ങനെയാണ്. ഗൂഗിൾ ഉണ്ടല്ലോ, ഗൂഗിളിൽ എന്താ ഉണ്ടാവുക? ഗൂഗിൾ വിവരങ്ങളാണ് ഉണ്ടാവുക. ഗൂഗിളിൽ നോളജ്, അറിവ്, വിവരവും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇൻഫർമേഷനും നോളജും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അത് വേറെയാണ്. അത് മനുഷ്യൻ അവൻ്റെ അനുഭവങ്ങൾ കൊണ്ട്, അവൻ്റെ ജീവിതത്തിലെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് മനനം ചെയ്തെടുക്കേണ്ട ഒന്നാണ് നോളജ് എന്ന് പറയുന്നത്. അത് ഇൻഫർമേഷൻ അല്ല, അതെല്ലാവർക്കും ലഭ്യമാണ്. ഒരു വിഷയത്തെ, വയനാട്ടിലെ അതിഭീകരമായ മണ്ണൊലിപ്പിനെ നമ്മളിങ്ങനെ നോക്കിക്കാണുമ്പോൾ ഇവിടുത്തെ മീഡിയകൾ, സോഷ്യൽ മീഡിയകൾ നിങ്ങൾക്ക് നൽകുന്ന വാർത്തയുണ്ട്. ആ വാർത്ത എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുന്നതാണ്. അതിനപ്പുറത്ത് വേറെയും ചില കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ. അത് ഞാൻ കാണുന്ന പോലെയല്ല നിങ്ങൾ വേറെ ഒരാൾ കാണുക, ഞാൻ മനസ്സിലാക്കുന്നത് പോലെയല്ല വേറെ ഒരാൾ. അവരുടെ അറിവ്, അവർക്ക് ലഭ്യമായ വിവരങ്ങൾ, ഇതൊക്കെ വെച്ച് നടത്തുന്ന മനനം വഴിയാണ് ഒരാൾക്ക് നോളജ് ഉണ്ടാവുക. ബിൽഗേറ്റ്സ് രണ്ടാമത് പറഞ്ഞതാണ് ശ്രദ്ധേയമായ കാര്യം. അതെന്തെന്ന് വെച്ചാൽ കണക്ഷൻ അല്ല, റിലേഷൻ. ഈ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവർ എല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് കണക്ഷൻ അല്ല റിലേഷൻ. കണക്ഷൻ എങ്ങനെയാണ്? ചിലർക്കിപ്പോൾ തങ്ങളുടെ ഫേസ്ബുക്കിൽ എത്ര ഫോളോവേഴ്സ് ഉണ്ട്? ഇവിടെ ഇരിക്കുന്നത് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളത് തങ്ങളുടെ ഫേസ്ബുക്കിലാണ്. ബ്ലൂടിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ വലിയ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ആളാണെന്നുള്ള അഹങ്കാരമൊക്കെയാണ് ആളുകൾക്ക്. പക്ഷേ കണക്ഷൻ ഈസ് നോട്ട് എ റിലേഷൻ. കണക്ഷൻ റിലേഷൻ അല്ല. നിങ്ങൾക്കൊരു പ്രശ്നം വന്നാൽ ഫേസ്ബുക്കിലെ ഫോളോവേഴ്സിനൊന്നും കാണൂല, ഒരാളേക്കൊക്കെ കിട്ടൂല. അവിടെ നിങ്ങളുടെ ബന്ധങ്ങളെയും നിങ്ങളുമായി അടുപ്പമുള്ളതിനെയും വേറെ തന്നെ മനസ്സിലാക്കാൻ നിങ്ങൾ കഴിയണം. ഒരിക്കലും കണക്ഷൻ അല്ല റിലേഷൻ എന്ന് പറയുന്നത്. മൂന്നാമത്തെ കാര്യം അതിനേക്കാൾ രസകരമായിട്ടാണ് ബിൽഗേറ്റ്സ് പറയുന്നത്. എന്താണെന്നറിയാം നിങ്ങൾ? കൺവീനിയൻസ് അല്ല ഹാപ്പിനെസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ശിഹാബ് തങ്ങളെ അനുസ്മരിക്കാൻ നമ്മളിവിടെ കൂടിയിരിക്കുന്നു. ശിഹാബ് തങ്ങളുടെ പേരിൽ ഡയാലിസിസ് സെൻ്ററുണ്ട്. കാരുണ്യ കേദാരങ്ങളായി കേരളത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. തങ്ങളെ ഏത് തരത്തിൽ തൃപ്തിപ്പെടുത്താൻ, പ്രീതിപ്പെടുത്താനാണ് നമ്മൾ അദ്ദേഹത്തെ പിന്നെയും ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം ഈ ദുനിയാവിലില്ലല്ലോ. പക്ഷേ ജീവിതത്തിൽ നിന്ന് ചെയ്തു വെക്കുന്ന ചില കാര്യങ്ങൾ ഹാപ്പിനെസ് ആയിട്ട് നിങ്ങളിൽ എപ്പോഴും ഉണ്ടാകും. എന്നാൽ കൺവീനിയൻസിനെ ഹാപ്പിനെസ് ആയിട്ട് എടുക്കരുത്. എന്താ കൺവീനിയൻസ്? ഞാൻ പറയാം. ഇപ്പോൾ കൊണ്ടോട്ടി മുനിസിപ്പൽ ചെയർമാൻ, മുനിസിപ്പൽ കൗൺസിലർ, ഞാൻ MLA ആയിരുന്ന ആളാണ്. TV ഇബ്രാഹിം ഇപ്പോൾ MLA ആണ്. അപ്പം എന്താണ്, ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരാൾ സാധാ വീട്ടിലിങ്ങനെ തിരിഞ്ഞാൽ ഈ വീട്ടിലിങ്ങനെ വീട് പണിയൊക്കെ ആയി നിൽക്കുന്ന ആളാണ്. അപ്പോൾ വാർഡിൽ അദ്ദേഹം വളരെ പ്രസിദ്ധനായ പ്രഗത്ഭനായ ഒരാളാണ്. അപ്പം എല്ലാവരും കൂടെ കൂടിയിട്ട് പറഞ്ഞു, ഈ വാർഡ് പിടിച്ചെടുക്കാൻ ഇവരാ നല്ലത്. അങ്ങനെ ആ നാട്ടിലെ ഒരു വനിതാ വാർഡൊക്കെ ആയപ്പോൾ ഒരു വനിതയെ, അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരനെ വാർഡിലെ മെമ്പറായി തിരഞ്ഞെടുത്തു.
അവൻ ജയിച്ചു. പഞ്ചായത്ത് ഓഫീസിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ സെക്രട്ടറി, സർ ഇരുന്നോളൂ. അപ്പോൾ ഓനിങ്ങനെ തഹയറായി നിൽക്കുകയാണ്. ഇതുവരെ ഒരു മനുഷ്യൻ പുല്ലിൻ്റെ വില അൽപ്പിക്കാതെ തേരാപ്പാര നടന്നവനാണ്. ഇപ്പോൾ അതാ സർ. ആ സേറിൽ വീണ് പോയാൽ പിന്നെ ജീവിതത്തിൽ ഒന്നും എഴുന്നേക്കൂല. 5 കൊല്ലത്തേക്കുള്ള സേറാണ്. പിന്നെ വിളിക്കുന്ന പേര് വേറെയാണ്. മനസ്സിലായില്ലേ നിങ്ങൾ? കൺവീനിയൻസ് ഈസ് നോട്ട് എ ഹാപ്പിനെസ്. ഈ കാണുന്ന സൗകര്യങ്ങൾ നിങ്ങൾ ബാക്കി വെക്കുന്ന ജീവിതത്തിൽ മാത്രമേ അതിന് തുടർച്ചയുണ്ടാവുള്ളൂ. അത് നിങ്ങളുടെ ജീവിതം കൊണ്ടാണ് നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടത്, ഈ കൺവീനിയൻസ് കൊണ്ടല്ല. അത് കഴിഞ്ഞാൽ പോകുന്നതാണ്. ജീവിതത്തിൽ വരുന്ന സൗകര്യങ്ങളെ ഈ മനുഷ്യർക്ക് മറക്കാനാവാത്ത വിധത്തിൽ അവരെ ഓർമ്മിക്കാൻ കഴിയുന്ന എന്താണ് ജീവിതാനുഭവങ്ങൾ, ജീവിതത്തിലെ കൊടുക്കൽ വാങ്ങലുകൾ, ഇതൊക്കെ ഉണ്ടാക്കി വെക്കുക. ഇപ്പോൾ സാമ്പത്തികമായി ഇപ്പോൾ ഇവിടെ ഡയാലിസിസ് സെൻ്ററിൽ ഒരുപാട് ആളുകൾ ഇവിടെ ഡയാലിസിസ് സെൻ്റർ സഹായിക്കുന്നവരുടെ ഉണ്ട്. അവരുടെ പേര് പറഞ്ഞു, അവരൊക്കെ ഇവിടെ ഉണ്ട്, അവരെ സഹായിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, സഹായം എന്ന് പറയുന്നത് തൻ്റെ വിഹിതം സാമ്പത്തികമായി കൊടുക്കുമ്പോൾ തീരുന്നതല്ല. സാമ്പത്തികമായ കാര്യം ബഹുമാന്യനായ സമാധാന സാഹിബ് വന്നിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് നിർത്താം. ഈ സാമ്പത്തികമായിട്ടുള്ള സഹായങ്ങൾ കൊടുത്താൽ ആ പൈസ കൊണ്ട് മാത്രം കൊടുത്തു തീർക്കാവുന്ന ഒന്നല്ല. എന്താ വെച്ചാൽ ഈ പിന്നെ എന്താണ് മനുഷ്യരുടെ ചില വിഷമങ്ങളിൽ നിങ്ങൾ പോയിട്ട് നേരിട്ട് പങ്കാളിയാകുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഈ ഗാന്ധിജിയെക്കുറിച്ച് പലപ്പോഴും പറയുമ്പോൾ ഒരു രാഷ്ട്ര നേതാവ് എന്ന നിലക്ക്, രാഷ്ട്രപിതാവ് എന്ന നിലക്ക് നമ്മളൊക്കെ ബഹുമാനിക്കുന്ന ഗാന്ധിജി എന്നതിനപ്പുറത്ത് ഗാന്ധിജിയുടെ ചില സമീപനങ്ങൾ വലിയ വലിയ ഇഷ്ടത്തോടെ ഞാൻ വായിക്കുകയും കേൾക്കാറുമുണ്ട്. ഗാന്ധിജിയുടെ ചില പ്രയോഗങ്ങൾ എത്രമേൽ നമ്മൾ ചർച്ച ചെയ്താലും തീരാത്ത ചില കാര്യങ്ങളുണ്ട്. അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പ്രയോഗങ്ങൾ. അതിൽ ഞാൻ പറയാറുണ്ട്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വാചകം ഇതാണ് ഗാന്ധിജിയുടേത്. അതിങ്ങനെയാണ്: ദൈവം സത്യമാണ്, എന്നാൽ എനിക്കിഷ്ടം സത്യത്തെ ദൈവം എന്ന് വിളിക്കാനാണ്. നിങ്ങൾ ഓർത്തു നോക്കൂ, ചെറിയ വ്യത്യാസമുള്ളത്. ദൈവം സത്യമാണ് എന്ന് കരുതിയിട്ട് ദൈവത്തിനെ തിരഞ്ഞിങ്ങനെ നടക്കുക. സത്യമാണല്ലോ ദൈവം. എന്നാൽ ഗാന്ധിജി പറയുന്നു, അതിനേക്കാൾ എനിക്കിഷ്ടം സത്യത്തെ ദൈവം എന്ന് വിളിക്കാനാണ്. നിങ്ങൾ സത്യവും തിരഞ്ഞു പോകുന്നിടത്ത് ദൈവം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്നാൽ നിങ്ങൾ സത്യം ചെയ്യുന്നുവെങ്കിൽ, സത്യമായി പ്രവർത്തിക്കുന്നുവെങ്കിൽ നിങ്ങളിൽ ദൈവം ഉണ്ടാവും. എനിക്കിഷ്ടം ദൈവം സത്യമാണ് എന്ന് പറയുന്നതല്ല, അതിനേക്കാൾ ഇഷ്ടം സത്യത്തെ ദൈവം എന്ന് വിളിക്കുന്നതാണ്. ഇത് പറഞ്ഞ് ഗാന്ധിജി രണ്ടാമത് പറയുന്നുണ്ട്. മനുഷ്യൻ ദൈവത്തെ കാണുന്ന ഇടങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് ദൈവത്തെ കാണാൻ കഴിയുന്ന ചില സന്ദർഭങ്ങളുണ്ട്. എല്ലാ വിശ്വാസികൾക്കും, നമുക്കും അങ്ങനെയാണ്. എങ്ങനെയാണത്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിസ്സാരമെന്ന് പറയുന്ന ചില സന്ദർഭങ്ങൾ വെച്ചു കൊടുക്കുക. ഡൊണേറ്റ് യുവർ സ്മൈൽ, ഡൊണേറ്റ് യുവർ വേർഡ്സ്, ഡൊണേറ്റ് യുവർ പ്രസൻസ്. ദാറ്റ് മേക്സ് ഡിഫറൻസ് ഇൻ സംവൺ ലൈവ്സ്. ഡൊണേറ്റ് യുവർ സ്മൈൽ, നിങ്ങളുടെ ചിരി സംഭാവന നൽകുക. അങ്ങനെ സംഭാവന നൽകാൻ മാത്രം സാധനമാണ് ചിരി. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ആണ്, അത്രമേൽ വിലപ്പെട്ടതാണ്. ഞാൻ ഈ മുനവൃതങ്ങൾക്കൊക്കെ അറിയാം, ഞാൻ ജിന്താളിൽ പോകാറുണ്ട്. ഈ ബാംഗ്ലൂരിലെ ജിന്താൾ നാച്ചുറോപ്പതിയിൽ പോകാറുണ്ട്. അവിടെ ഒരു 10 ദിവസം നിന്നാൽ കുറച്ച് പൈസയാവും. 1.5 ലക്ഷം ഉറുപ്പ്യൊക്കെ ആവണേ ഒരു നല്ല നാച്ചുറോപ്പതിയാണ്. എനിക്ക് ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായ സമയത്ത് പോയിട്ടുണ്ട്. ഞാൻ അവിടെ ആദ്യമായിട്ട് ചെന്നപ്പോൾ രാവിലെ നമ്മളെ നടത്തമൊക്കെ കഴിഞ്ഞ് എന്നോട് പറഞ്ഞു, ലാഫിംഗ് സെഷൻ ഉണ്ട്. ഞാൻ എനിക്കൊരു അതിശയം, ലാഫിംഗ് സെഷൻ എന്ന് പറഞ്ഞാൽ അങ്ങനെ പോയി നോക്കുമ്പോൾ എന്താ വെച്ചാൽ എല്ലാം കുറേ ആൾക്കാർ കൂടിയിരുന്ന് ചിരിക്കുകയാണ്. വെറുതെ നമ്മളെ നിക്കളിയാക്കുക, തന്നെ ചിരിക്കുക. 10 ദിവസം നിന്നാൽ 1.5 ലക്ഷം ഉറുപ്പ്യാണ്. വല്ല കാര്യമുണ്ട്? രാവിലെ വീട്ടിൽ നിന്ന് ഭാര്യനോട് ചിരിച്ചാൽ പോരെ, പുറത്തിറങ്ങിയിട്ട് അയൽക്കാരനോട് ചിരിച്ചാൽ പോരെ, ലീഗ് ഓഫീസിൽ പോയിട്ട് കാണുന്നവരോടൊക്കെ ചിരിച്ചാൽ പോരെ, സമതാനിയൊക്കെ മണ്ഡലത്തിൽ നിന്ന് വറച്ച ആൾക്കാരാണ്, എല്ലാവരോടും ചിരിച്ചാൽ പോരെ. എന്തിനാ ഹോസ്പിറ്റലിൽ പോണത്? ഡൊണേറ്റ് യുവർ സ്മൈൽ. ഇന്നക്കും ലതസൗന നാസ ബിഅംവാലിക്കും വലാകിൻ യസ്റഉഹും മിൻകും ബസ്തുൽ വജ്ഹി വ ഹുസ്നുൽ ഖുൽഖി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ചിരി സദക്ക പോലെ പുണ്യമുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ ശിഹാബ് തങ്ങളെ എടുത്ത് പോയി നോക്കി, ചിരിക്കുകയല്ലാതെ ആരോടെങ്കിലും എല്ലാത്തിനോടും
എന്തിനോടും. ചിരിക്കുക എന്ന് പറയണത് ചെറിയ കാര്യം. ചില ആൾക്കാരെ ഇക്ലിയാക്കി അവർ ചിരിക്കില്ല. ഞാൻ ആരെ പേരൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നുണ്ടാവും. ഇക്ലിയാക്കിയാൽ ചിരിക്കില്ല. ചിരിക്കണ ഒരു ഫോട്ടോ കിട്ടാൻ വേണ്ടി ഫോട്ടോഗ്രാഫർമാർ എന്തെല്ലാം പരാക്രമം നടത്തും. ഡൊണേറ്റ് യുവർ സ്മൈൽ, ദാറ്റ് മേക്സ് ഡിഫറൻസ് ഇൻ സമ്മൺ ലൈഫ്സ്. ഡൊണേറ്റ് യുവർ ടൈം, നിങ്ങളുടെ സമയം സംഭാവന ചെയ്യുക. ഇവിടെ ഡയാലിസിസ് സെൻ്ററിൽ വരുമ്പോൾ, രോഗികൾ വരുമ്പോൾ അവർക്ക് വേണ്ടി അവരുടെ അടുത്ത്, അയൽപക്കത്തുള്ള രോഗിയുടെ അടുത്ത് പോയി കുറച്ചു നേരം നിങ്ങൾ ചെലവഴിക്കുക, അവരോട് ഇടപഴകുക. ഡൊണേറ്റ് യുവർ പ്രസൻസ്. നിങ്ങൾ അവരുടെ കാര്യങ്ങൾ കേൾക്കുകയും അവരുടെ ഒരു വിഷമുണ്ടാവുമ്പോൾ അവിടെ സാന്നിധ്യമായി നിൽക്കുകയും ചെയ്യുക. മറ്റുള്ളവരുടെ ജീവിതത്തിൽ അത് വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിയും എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യങ്ങളിൽ ഒന്നാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഞാൻ ചുരുക്കുകയാണ്. പേപ്പർ അതിനുള്ള എടുത്ത് പേപ്പർ സൂചനയായിട്ട് എടുത്താലല്ലോ. അല്ല, അപ്പോൾ ചിലപ്പോൾ പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പ്രസംഗം നിർത്താൻ പലതരം തന്ത്രങ്ങളുണ്ട്. അതിൽ പെട്ടതാണോ എന്ന് ചോദിച്ചാണ്. ജപരാജ് അതല്ല, എന്നോട് എല്ലാം എന്ന് പറഞ്ഞിട്ടാണ് എടുത്തത്. അപ്പോൾ ഞാൻ അതുകൊണ്ടല്ല, തങ്ങളുണ്ട്, സംവിധാന സാഹിബുണ്ട്, അപ്പോൾ ഞാൻ നിർത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം, ആംഗൽ ഇദ്രീസിനെ കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട്. ആംഗൽ ഇദ്രീസിൻ്റെ ലവ് സ്റ്റോറി ഓഫ് ഡിഫറെൻറ്റ് കൈൻഡ് എന്ന് പറയുന്ന ഒരു മനോഹരമായ ചെറുകഥയുണ്ട്. ബാഗ്ദാദിലെ അഭയാർത്ഥി കേന്ദ്രത്തിൽ സീനാണ്. അവിടെ യുദ്ധത്തിൽ പരിക്ക് പറ്റിയവർക്ക് ചോര കൊടുക്കാനൊരു ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചോര കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കൊച്ചുകുട്ടി അവിടെ വന്നിട്ട് എനിക്കും ചോര കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഈ ചെറിയ കുട്ടികൾക്ക് പറ്റില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ യുദ്ധസമയമാണ്, കുറച്ചെടുക്കാം, എന്തായാലും അവനല്ലേ വന്ന് കിടത്തിയേക്ക് എന്ന് പറഞ്ഞു. കിടക്കാൻ അവർ ബെഡ് ഒരുക്കുമ്പോൾ അവൻ പറഞ്ഞു എനിക്ക് എൻ്റെ ഉമ്മയോടൊന്ന് ചോദിക്കട്ടെ, ഞാൻ യാത്ര പറഞ്ഞിട്ട് വരാം. അപ്പോൾ ഇവർ പറഞ്ഞു അതിനെന്തിന്, ബ്ലഡ് എടുത്ത് കഴിഞ്ഞിട്ട് നിനക്ക് പോവാലോ, എന്തിനാ യാത്ര പറയണത്? അപ്പോൾ അവൻ പറഞ്ഞു ബ്ലഡ് എടുത്ത് കഴിഞ്ഞാൽ എങ്ങനെ ഞാൻ പോവുക, ഞാൻ മരിച്ചുപോവില്ലേ? അവൻ കരുതിയിരിക്കണത് ഈ ബ്ലഡ് കൊടുത്താൽ അവൻ മരിച്ചു പോകുമെന്നാണ്. മരിച്ചു പോകുമെന്ന് കരുതിയിട്ടും അത് കൊടുക്കാൻ കഴിയുന്ന വികാരത്തിൻ്റെ പേരാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. രക്തം എടുക്കുന്നതല്ല സ്പിരിച്വാലിറ്റി. ഞാൻ കണ്ണൂർ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു രക്തം എടുക്കുന്നത് സ്പിരിച്വാലിറ്റി അല്ല, രക്തം കൊടുക്കുന്നതാണ് സ്പിരിച്വാലിറ്റി. നമ്മൾ മനുഷ്യരുടെ വിഷമങ്ങൾ, ഈ ഒരു എഴുത്തുകാരന് അയാളുടെ മലയുടെ മുകളിൽ അയാൾക്കൊരു വീടുണ്ട്. എല്ലാ പ്രകൃതിയുടെ നല്ല കാലത്തും ആ മനുഷ്യൻ ആ വീട്ടിൽ പോയിട്ട് പുസ്തകങ്ങൾ എഴുതുന്നത് അവിടെ വെച്ചാണ്. ഒരിക്കൽ അയാൾ ആ കുന്നിൽ നിന്ന് തൻ്റെ എഴുത്തൊക്കെ അവസാനിപ്പിച്ച് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ താഴ്വാരത്തിൽ ഒരു അമ്മയെ കണ്ടു. അപ്പോൾ അമ്മനോട് പറഞ്ഞു ഞാൻ പോവാണ്, ഇനി അടുത്ത സീസണിൽ ഞാൻ വരൂ. അമ്മ പറഞ്ഞു മോനെ നീ പോവാണോ? നീ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഒരാശ്വാസമാണ്. വൈകുന്നേരങ്ങളിൽ എൻ്റെ വീട്ടിൽ വിളക്ക് കത്തിക്കുന്നത് കാണുമ്പോൾ ആ വെളിച്ചം മനസ്സിലൊരു കുളിരാണ്. എഴുത്തുകാരൻ അത് കേട്ട് മുമ്പോട്ട് പോയി. അയാൾ ഇങ്ങനെ ആലോചിച്ചു, ആ കുന്നിൻ്റെ മുകളിൽ ഞാൻ വിളക്ക് കത്തിച്ചാൽ ഈ അമ്മ ആ വിളക്ക് കാണും, ഒന്ന് ആർത്ത് കരഞ്ഞാൽ പോലും ഞാൻ കേൾക്കില്ല. എന്നിട്ടും അവർക്കത് ആശ്വാസമാകുന്നത് എങ്ങനെയാണ്? ഈ എഴുത്തുകാരൻ തൻ്റെ വീട് നോക്കുന്ന പരിചാരകനെ വിളിച്ചിട്ട് പറഞ്ഞു ഇനി എല്ലാ ദിവസവും വൈകുന്നേരം അവിടെ ആ വിളക്ക് റാന്തൽ കത്തിച്ചു വെക്കണം. മറ്റുള്ളവന് പ്രതീക്ഷയായി നിൽക്കാൻ ആവുക എന്നത്, അവനത് ലഭ്യമാകുമോ എന്നറിയില്ല, അവനാ സഹായം കിട്ടുമോ എന്നറിയില്ല, പക്ഷേ അവനൊരു വെളിച്ചമാണ്, പ്രതീക്ഷയാണ്. ജീവിതത്തിൽ അങ്ങനെ ഒരു വിളക്കാവുക. ഒരു പക്ഷേ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ അങ്ങനെ ഒരു വിളക്കായി അണഞ്ഞുപോയ മനുഷ്യനാണ്. പക്ഷെ മരിച്ചു പോയിട്ടും അത് അണയാതെ ഈ കൊണ്ടോട്ടിയിൽ കത്തിച്ചു വെക്കുന്നു എന്നതാണ് ഒരു പക്ഷേ ഈ ഡയാലിസിസ് സെൻ്റർ എന്ന് പറയുന്നത്. അത് സമൂഹം ഏറ്റെടുത്ത് കത്തിച്ചു വെക്കുന്നതാണ്. മറ്റുള്ളവരുടെ പ്രതീക്ഷയായി ജീവിക്കുക എന്ന് പറയുന്നത് പോലെ സുഹൃതം ചെയ്ത മറ്റൊരു ജീവിതം ഉണ്ടാവില്ല. മറ്റുള്ളവൻ്റെ സങ്കടങ്ങളെ ഏറ്റെടുക്കുമ്പോൾ അത് ഹൃദയഹാരിയായി. ഈ സന്തോഷവും ആനന്ദവും തമ്മിൽ വ്യത്യാസമുണ്ട്. സന്തോഷം മെറ്റീരിയലാണ്, ആനന്ദം സ്പിരിച്വലാണ്. നിങ്ങൾ ഇപ്പോൾ ഇവിടെ ചായ കൊണ്ടു തന്നു,
ഇനി വൈകുന്നേരത്തെ ഒരു ചായയും കടിയും കഴിക്കുമ്പോൾ ഒരു സന്തോഷമാണ്. 1-2 മണിക്കൂറേ സന്തോഷം ഉണ്ടാവുള്ളൂ, ദഹിച്ചാൽ അത് തീരും. പക്ഷെ നിങ്ങൾ വൈകുന്നേരം ചായ കടിക്കുമ്പോൾ അടുത്തിരിക്കുന്നവന്, ഒരു പാവം മനുഷ്യന് നിങ്ങളൊരു ചായയും കടിയും വാങ്ങിക്കൊടുക്കുമ്പോൾ അവൻ്റെ കണ്ണിൽ നിന്നൊരു തെളിച്ചുണ്ടാവും. അത് സ്പിരിച്വലാണ്, അതിന് ആനന്ദം എന്നാണ് പറയുക. അത് നിങ്ങൾ 1000 ദിവസം കഴിഞ്ഞാലും നിങ്ങളുടെ റൂഹ് പിരിയുന്നത് വരെ അത് നിങ്ങളുടെ കണ്ണിൽ പ്രചോദനമാക്കിക്കൊണ്ടിരിക്കും. ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ രാഷ്ട്രീയക്കാർക്ക് മുടിഞ്ഞ ആയുസാണ്. അള്ളാഹുവിൻ്റെ കലയാണ്, ഞാൻ പറയണില്ല, വമ്പിച്ച ആയുസാണ്. നിങ്ങൾ പൊതുവെ വെറുതെ ഇങ്ങനെ കുറേ ആൾ ആലോചിച്ച് നോക്കൂ, നല്ല ആയുസാണ് മറ്റുള്ളവരെ കമ്പയർ ചെയ്താൽ. സത്യത്തിൽ അവർക്ക് എക്സർസൈസ് ഉണ്ടോ, കൃത്യമായ ഭക്ഷണം ഉണ്ടോ, ഓട്ടാണ്, ചാട്ടാണ്, പക്ഷെ ആയുസാണ്. എന്താ കാര്യം എന്നറിയോ നിങ്ങൾ? അവരുടെ മുമ്പിൽ വരുന്ന എത്ര പേരുണ്ടാവും ഒരു ദിവസം? 100 പേര് വരും, 2 പേരുടെ കാര്യങ്ങൾ നടക്കും. അവരത് നന്ദിയോടെ, ആ കണ്ണിലേക്കൊരു നോട്ടമുണ്ട്, അവർ സ്നേഹത്തോടെ ഒരു തിരിച്ചു പറയലുണ്ട്, നമ്മൾ കേൾക്കാതെ ഒരു പ്രാർത്ഥനയുണ്ട്. അതുമതി, എല്ലാ മരുന്നുകൾക്കും അപ്പുറത്തുള്ളതാണ്, ഈ ലോകത്തും പരലോകത്തേക്കും ബാക്കിയുള്ളതാണ്. ആ പ്രാർത്ഥനയാണ് ഒരുപക്ഷെ ഈ ഡയാലിസിസ് സെൻ്ററായിട്ട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. അല്ലാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ശിഹാബ് തങ്ങളെ ഓർക്കുക എന്ന് പറയുന്നത് അതൊരു പ്രചോദനമാവാനാണ്. ഇന്നത്തെ ദിവസം അതിന് വേണ്ടെന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ഇന്നത്തെ പ്രസംഗം അതിന് ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങൾ ആ മനുഷ്യൻ ജീവിതത്തിൽ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അത് പ്രചോദനമാകണം, ഹൃദയത്തെ തരളിതമാക്കി കുത്തുവാക്കുകൾ പറയാതെ സ്നേഹമസൃണമായി ഒരു സമൂഹത്തിൻ്റെ നേതാവായി നിൽക്കാൻ എങ്ങനെയാണ് ആ മനുഷ്യന് കഴിഞ്ഞത് എന്ന ഒരു പഠനമാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളെ ഓർമ്മിക്കുന്ന ഒരു ദിവസം എന്ന് വിചാരിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ്ഹിന്ദ്, ശ്രമൾ. ഇനി വേദിയിൽ മൊമൻറ്റോ കൈമാറ്റവും അതുപോലെ തന്നെ ഫണ്ട് ഏറ്റുവാങ്ങലുമാണ്. USA സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെന്റ് റിസർച്ച് യൂണിവേഴ്സിറ്റിയിൽ നിന്നും സാമൂഹികവും മാനസികവുമായ